കുന്നിന് മുകളിലുള്ള വീടുകൾ ഏത് നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭയത്തിലാണ് തിരുവനന്തപുരം കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗർ നിവാസികൾ. 14 കുടുംബങ്ങളിലായി 70ഓളം പേരാണ് സർക്കാർ അനാസ്ഥയിൽ ജീവൻ തുലാസിലായി കഴിയുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീടും വെള്ളവും വഴി ഇത് തന്നാൽ മതി, അല്ല നിങ്ങളെ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇടിഞ്ഞു വീഴാതെ കിടക്കണം. കഴിഞ്ഞ 70 വർഷമായി സുമതിയും കുടുംബവും കഴിയുന്നത് കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗറിലെ ഈ കുന്നിൻ മുകളിലാണ്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി കുന്നിൻ മുകളിലെ 14ഓളം വീടുകളിൽ കഴിയുന്നവർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് ഇവർ പറയുന്നു. സംവരണ മണ്ഡലം കൂടിയായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഴയ കുന്നിന്മേൽ പഞ്ചായത്തിന്റെ 11ാം വാർഡിലാണ് ഇരപ്പിൽ നഗർ സ്ഥിതി ചെയ്യുന്നത്. വഴിയും വെള്ളവുമില്ലാതെ അപരിഷ്കൃത സമൂഹമായാണ് തങ്ങളെ അധികൃതർ കാണുന്നതെന്ന് ഇവർ പറയുന്നു. ഒന്നി വഴി ഞങ്ങൾക്ക് അവിടെ കയറി വരാൻ കമ്പി ഊന്നി പിടിച്ചു കയറി വരാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി താമസിക്കണം. അപ്പോൾ അന്നും മിച്ച ഭൂമി ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഞാൻ പഞ്ചായത്തിൻ്റെ ആളുകളോട് കൃഷി ഈ വില്ലേജ് ഓഫീസറേയും കൂടെ ഞാൻ ഇവിടെ ഉള്ള ഏകദേശമുള്ള മിച്ചഭൂമി അത്രയും ഞാൻ പോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം മിച്ചഭൂമിയാണ്, ഇതിന് ഏതെങ്കിലും ഒരു വശത്ത് ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അപേക്ഷ എഴുതി അവിടെ വന്നാൽ അവർ പിന്നെ നമ്മളെ കാണിക്കില്ല, നമുക്ക് പേപ്പർ വരും കൊട്ടി ചെല്ലുമ്പോൾ വന്നില്ലെന്ന് പറയും. ആ അവസ്ഥയിൽ നമ്മളിവിടെ കഴിഞ്ഞു കൂടെയാണ് ഇപ്പോഴും. മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എണീക്കുന്നത്. ഉറക്കം ഇല്ല, എനിക്കാണെങ്കിൽ ഉറക്കം ഇല്ല. ഈ മഴ വരുമ്പം കാറ്റ് വരുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല മഴയില്ലെങ്കിൽ. ഈ മഴ വരുമ്പോൾ എല്ലാവരും എണീച്ച് ഇരിക്കും, കാരണം എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഇറങ്ങി ചെല്ലണ്ടേ എന്ന് വിചാരിച്ചു. എനിക്ക് കാലും വയ്യ, ഓടാൻ വയ്യ, എന്നാലും ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു ഭയാനത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ മിച്ചഭൂമികൾ ഉണ്ടെങ്കിലും തങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല. പരിസ്ഥിതി ലോല പ്രദേശമായി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലത്തു നിന്നും സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഇവരെ മാറ്റണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത്. ഭീഷണി നിലനിൽക്കുന്നതിനാൽ ലൈഫ് മുഖാന്തരം കിട്ടിയ വീടുകൾ പോലും നിർമ്മിക്കാൻ ഇവർക്ക് അനുമതിയില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണി പോലും പഞ്ചായത്ത് തടയുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ തങ്ങൾ എല്ലാവരും ഏതു നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭീതിയിലാണ് ഇവർ. കുഴിവിള ഇരപ്പിൽ നഗറിലെ 14 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. മാനത്ത് മഴക്കാറ് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്. ക്യാമറമാൻ രാജേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നൂൽപാലത്തിലൂടെ നടക്കുന്ന അവസ്ഥയാണ് തങ്ങളുടേതെന്ന് സ്ഥലവാസികൾ. സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ഇനി ആരും തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് എത്തരുതെന്നും ഇവർ പറയുന്നു. ഇവിടെ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പിന്നെ ഈ കൈവഴിയൊക്കെ വെച്ച് കെട്ടിത്തരാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പറഞ്ഞ് പിന്നെ വന്നിട്ട് പറഞ്ഞ് അത് ആരും എടുക്കുന്നില്ല, എന്നുവെച്ചാൽ കോൺട്രാക്ടർമാർ എടുക്കണില്ല, അവർക്ക് ഗ്യാരണ്ടി ഇല്ല, ഈ മണ്ണിന് ഉറപ്പില്ല എന്ന് പറഞ്ഞങ്ങ് പോയി. പിന്നെ ഒന്നിനും വന്നിട്ടില്ല. പിന്നെ മഴയൊക്കെ ആയപ്പോൾ നമുക്ക് വീടുകളുടെ അകത്ത് കിടക്കാൻ പേടി. അങ്ങനെ നമ്മൾ മിച്ചഭൂമിയുണ്ട് താഴെ. ആ മിച്ചഭൂമിയിൽ ഈ 14 വീട്ടുകാർ കൂടെ കുടിൽ കെട്ടി. അതിനുശേഷമാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞ് 14 വീട്ടുകാർ ജീവനോടെ മനുഷ്യരായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് തിരക്കാനെങ്കിലും ഇറങ്ങിയത്. ഒരു വീടിൻ്റെ പോലും പിന്നെ തറ ഇടിയാത്തതാ ബലക്ഷയം ഇല്ലാത്തതായിട്ട് ഒരു വീട് പോലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മഴ പിടിക്കുമ്പോഴേ ഞങ്ങൾക്ക് പേടിയാണ്. പിന്നെ ഈ വീടിനകത്തൂടെയൊക്കെ വെള്ളം കയറി ഇറങ്ങിയാണ് ഇവിടെയൊക്കെ പോയത്. അത് ഇവിടെ അതേപോലെ തന്നെ അതിരുകളൊക്കെ ഇടിഞ്ഞ് വലിയ ഒരു ദുഃഖത്തിലാണ്. നമുക്ക് ഉറക്കമില്ല, എവിടെ വിളി കേൾക്കുന്നു അങ്ങോട്ട് ഓടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കിടത്തുക. അത് ഓടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മണ്ണിൻ്റെ അടിയിലാവുന്ന സമയത്തായിരിക്കും നമ്മൾ ഓടി എത്തത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വഴി. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും അംഗങ്ങളുടെയും എല്ലായിടത്തോടും പറഞ്ഞിട്ട് പോലും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അവർ. ഇനിയും എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇനി പാർട്ടി പരമാവധി ഇങ്ങോട്ട് വന്ന് ഇലക്ഷൻ്റെ പരമ്പതിൽ വന്ന് ശല്യം ചെയ്യരുത്. മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതിൽ 95% ബുദ്ധിമുട്ടാണ്. വഴി, വെള്ളം, കൊച്ചുങ്ങൾ പോലുള്ള ബുദ്ധിമുട്ട്. ജിയോളജി വന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന്. ഈ ഒരു വീട്ടിന് വേണ്ടി നമ്മളൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ല.
അപ്പം നിർമ്മാണ പ്രവർത്തനം അനുവദിക്കാതിരുന്നതിന് ഇടിഞ്ഞു വീണോണ്ടിരിക്കും. ഒന്നുകിൽ നമ്മളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്യുക. 95% ഇവിടെ ജീവിക്കുന്നത് ദുസ്സഹമാണ്. ഇരപ്പിൽ നഗർ നിവാസികളുടെ ദുരിതങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. കിളിമാനൂർ പഴയ കുന്നിന്മേൽ പഞ്ചായത്തിലെ കുഴിവിള ഇരപ്പിൽ നഗർ സ്വദേശികൾ, ഇരപ്പിൽ നഗറിലെ നിവാസികളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവിടെ ഏകദേശം 14ഓളം വീടുകളാണ് ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടേതായിട്ടുള്ളത്. അവർ ഈ 14 വീടുകളിലെ 70ഓളം പേർ താമസിക്കുന്നുമുണ്ട്. വളരെ പഴക്കം ചെന്ന വീടുകളാണ്. ആ വീടുകളുടെ പുനർനിർമ്മാണം പോലും കഴിയാത്ത സാഹചര്യമാണ്. അവിടെ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് ജിയോളജി വകുപ്പ് വരെ റിപ്പോർട്ട് നൽകിയിട്ടുള്ള സ്ഥലമായതിനാൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും അനുമതി നൽകാത്തൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ വീടുകളൊക്കെയും ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒട്ടുമിക്ക വീടുകളും ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ്. ഇവിടെ എല്ലാവരും തന്നെ ആളുകൾ താമസിക്കുന്നു എന്നതാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. ഓരോ മഴയിലും ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മണ്ണിടിഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ ഏകദേശം 250ഓളം 300 അടി താഴ്ച വരെയാണ് മെയിൻ റോഡിൽ നിന്നും ഈ വീടുകൾ ഇരിക്കുന്ന ഭാഗത്തേക്കുള്ളത്. എന്തായാലും വലിയൊരു വെല്ലുവിളിയാണ് ഇവർക്ക് അവിടെ ഉള്ളത്. ഈ മണ്ണ് ഏതെങ്കിലും കാരണവശാൽ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും താഴേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. പല സൈഡിലും ഈ മണ്ണിടിച്ചിലുണ്ട്. അതിനാൽ തന്നെ മഴയുള്ള സമയത്ത് ഇവർക്ക് വീടുകളിൽ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നിവർ പറയുന്നു. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഭയത്തോടു കൂടി തന്നെയാണ് ഇവർ ഓരോരുത്തരും കഴിയുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ളവരാണ് ഇവിടെയുള്ളത്. 70ലധികം ആളുകൾ ഈ 14 വീടുകളിലായി ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ സർക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വർഷങ്ങളായിരിക്കുന്നു. ആദ്യം നമ്മൾ വാർത്തയിൽ കണ്ട ആൾ 70 വയസ്സിന് മുകളിലുള്ള ആളാണ്. അവർ അത്രയും കാലമേ അവർ താമസിക്കുന്നു. എന്നാൽ ഈ മണ്ണിടിച്ചിലൊക്കെ തുടരുന്നു. ശരി, അധികൃതരുടെ അനാസ്ഥ മൂലം കിളിമാനൂരിലെ ഇരപ്പിൽ നഗർ നിവാസികളുടെ ദുരിതം വലിയ കഷ്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.